ഓക്കെ, നമ്മൾ ഫേസ് യോഗ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ നോർമലി നമ്മൾ യൂട്യൂബിലൊക്കെ അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരൊക്കെ ഫേസ് യോഗയൊക്കെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ എല്ലാവരും? നോർമലി നല്ല കാണാൻ അടിപൊളിയായിട്ടുള്ള ആൾക്കാരും സിനിമാ നടിമാരുമാണ് ഈ ഫേസ് യോഗയുടെ വീഡിയോ ഇട്ടിരിക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? എന്നിട്ട് അവർ തന്നെ പറയും ഫേസ് യോഗയൊക്കെ ചെയ്താണ് ഞാൻ ഇത്രയും അടിപൊളിയായതെന്നൊക്കെ എന്ത് ചെയ്യും, അവർ തന്നെ പറയും. ഓക്കെ, അപ്പം ഞാനെന്ന് പറയുന്ന കൂടുതൽ വീഡിയോസ് ഫേസ് യോഗ യൂട്യൂബിലിടില്ല അങ്ങനെ അധികം. കാരണം ആൾക്കാർ വന്നിട്ട് എൻ്റെ അടുത്ത് പറയും, ആദ്യം പറയും താങ്കൾ പോയി ആദ്യം ഒന്ന് കുറച്ച് ഗ്ലാമറൊക്കെ വച്ചിട്ട് വരാൻ പറയും എൻ്റെ അടുത്ത്. അതുകൊണ്ട് ഞാൻ എന്തില്ല കൂടുതലായിട്ട് എൻ്റെ സ്റ്റുഡൻസിന് ചെയ്യാൻ വേണ്ടി മാത്രമാണ് റെക്കോർഡ് ക്ലാസ് 1-2 ഇടുന്നത്. അല്ലാതെ ഞാൻ അങ്ങനെ കൂടുതലായിട്ട് ഫേസ് യോഗ ചെയ്യാറില്ല. ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യം ഒന്നാമത്, അതോടൊപ്പം നമ്മുടെ ശരീരത്തിന് കിട്ടുന്ന ആരോഗ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ഈ മുഖത്തിൻ്റെ സൗന്ദര്യത്തിനൊന്നും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നില്ല. ഇപ്പം നിങ്ങളെന്നെ കാണുമ്പോൾ തന്നെ അറിയാം, ഒരു മേക്കപ്പും ഇല്ല. നോർമലി ഞാൻ ഇങ്ങനെയാണ്. ഓക്കെ, ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ഇപ്പോൾ ശരിക്കുള്ള യോഗ ട്രെയിനർ ഇങ്ങനെയാണോ വീഡിയോ ഒക്കെ ചെയ്യുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഒന്നുമില്ലെങ്കിൽ കുറച്ചൊന്ന് ലുക്കായിട്ട് ലിപ്സ്റ്റിക്കൊക്കെ ഒന്ന് ലുക്കായിട്ട് വരുമല്ലോ. ഒന്നാമത് ഫ്രീ ക്ലാസ്, പുതിയ ആൾക്കാരാണ് വരുന്നത്. അപ്പം ഞാനെന്ന് പറയുന്നത് ഒറ്റ ഓട്ടത്തിനാണ് എന്ത് ചെയ്യുന്നത്, എവിടെ കൂടെ എങ്കിലും ജോലിയൊക്കെ ഒതുക്കിയിട്ട് കയറി വന്നിരുന്നാണ് പഠിപ്പിക്കുന്നത്. ഓക്കെ, ഇതിനിടയ്ക്ക് ചിലപ്പോൾ കുഞ്ഞ് താഴെ ഭയങ്കര കരച്ചിലായിരിക്കും. അതിൻ്റെ ഇടയ്ക്കൊക്കെയാണ് റിസ്ക് എടുത്തൊക്കെ ചില ദിവസങ്ങളിൽ, എല്ലാ ദിവസവും വന്നൊക്കെ ഇരുന്ന് പഠിപ്പിക്കുന്നത്. അറിയാലോ, കുട്ടികളാകുമ്പോൾ ഉറക്കം ശരിയല്ലെങ്കിൽ പിന്നെ അന്നത്തെ മൂഡ് മൊത്തം അവരത് പോകും. പിന്നെ അങ്ങോട്ട് തുടങ്ങും ബഹളം, അമ്മ അമ്മ എന്ന് വിളിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊക്കെയാണ് നമ്മളിങ്ങനെ യോഗയും കൂടെ എന്ത് ചെയ്യുന്നത്, ഫോളോ ചെയ്ത് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ നമ്മൾ ഫേസ് യോഗ ചെയ്യുന്നതിൻ്റെ അർത്ഥം, ഓക്കെ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ വിട്ട് കളയാം. ഓക്കെ, നിങ്ങൾക്ക് ഓക്കെ എന്ന് തോന്നുവാണെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ വിട്ട് കളയാം. ഓക്കെ, നമ്മൾ ഫേസ് യോഗ ചെയ്യുന്നതെന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മുടെ ഫേസിൽ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് നടക്കും. നമ്മുടെ ഫേസിൽ നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ നടക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ മുഖത്തുണ്ടാകുന്ന കരിവാളിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ നിറം കുറഞ്ഞ ഒരാൾ നല്ല വെളുത്ത് തൊടുത്ത് സുന്ദരിയാവും എന്നല്ല എൻ്റെ അർത്ഥം. നമ്മൾ നോർമലി നമ്മൾ ഒരുങ്ങുമ്പോഴൊക്കെ നമ്മൾ കണ്ണാടി നോക്കുമ്പോൾ നമ്മളൊരു കരിവാളിപ്പ്, മുഖത്തിന് തിളക്കം ഇല്ലാത്ത പോലെ തോന്നും. നമുക്കതിനൊരു കോൺഫിഡൻറ്റ് ഇല്ല, അയ്യോ എന്താ ഒരു നമുക്കതിനൊരു സന്തോഷം തോന്നുന്നില്ല കണ്ണാടി നോക്കും. പക്ഷേ നമ്മൾ ഫേസ് യോഗയൊക്കെ ചെയ്ത് വരുമ്പോഴേക്കും മുഖത്ത് ആ ഒരു കരിവാളിപ്പ് മാറും, ചെറിയൊരു വെട്ടം വീഴും മുഖത്ത്. പിന്നെ നല്ല ഡബിൾ ചിന്നൊക്കെ ഉള്ളവരുണ്ട്, ഇവിടെയൊക്കെ നല്ല കഴുത്ത് വണ്ണമുള്ളവരുണ്ട്, മുഖത്തൊക്കെ നല്ല ഫാറ്റൊക്കെ ഉള്ളവരുണ്ട്, ഭയങ്കര കവിളൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യും, ഫേസ് യോഗ ചെയ്യുമ്പോൾ കുറയും. ഓക്കെ, പിന്നെ അതുപോലെ നമ്മുടെ സ്കിന്നിൽ ചുളിവുകളുണ്ടല്ലോ, ഒരു 40 വയസ്സൊക്കെ കഴിയുമ്പോൾ സ്കിന്നിൽ ചുളിവുകളൊക്കെ ഉണ്ടാകും. ആ ചുളിവുകളൊക്കെ മാറും. അത് 100% ഗ്യാരണ്ടിയാണ്. എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് ഇപ്പോൾ 50-55 വയസ്സൊക്കെ ആവും. ആളിനെ ഇപ്പം കണ്ട 40 വയസ്സേ പറയുള്ളൂ. ഏകദേശം ഒരു വർഷമായി ആൾ യോഗ ക്ലാസ്സിന് ജോയിൻ ചെയ്തിട്ട്. അതുപോലെ തന്നെ ആൾ മുസ്ലിമാണ്, എന്നാൽ നോമ്പ് സമയത്ത് വരെ യോഗ ചെയ്യുമായിരുന്നു. അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്തത് കൊണ്ടാണ് ആളിന് ഇത്രയും മാറ്റം വന്നത്. പിന്നെ ആൾ നല്ല ഫ്രൂട്ട്സൊക്കെ കഴിച്ച് വെള്ളമൊക്കെ കുടിച്ച് ഡയറ്റൊക്കെ എടുത്ത് എല്ലാം കൂടെ ആയപ്പോൾ ആൾ പെട്ടെന്ന് നല്ല പൊക്കം കുറവും നല്ല ഉരുണ്ടാണിരുന്നത്, വണ്ണമൊക്കെ വെച്ചിട്ട്. ഇപ്പം നല്ല ഷേപ്പായ ആൾ മൊത്തത്തിൽ കണ്ടു കഴിഞ്ഞാൽ 55 വയസ്സൊന്നും പറയില്ല, ഒരു 40 വയസ്സേ തോന്നിക്കുള്ളൂ. ആ രീതിയിൽ നമ്മളിപ്പോൾ ഫോട്ടോയൊക്കെ ഇടുമ്പോൾ കാണുമല്ലോ, സ്റ്റാറ്റസ് ഇടുമ്പോൾ ഞെട്ടും. ആദ്യം വന്നപ്പോൾ ഇരുന്ന അവസ്ഥയും ഇപ്പോൾ ഇരിക്കുന്ന ആ ഒരു അവസ്ഥയും കാണുമ്പോൾ നമ്മൾ തന്നെ ഞെട്ടും, ഇത്രയും ചേഞ്ച് ഉണ്ടോ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിലുള്ള മാറ്റം. അതുപോലെ നമ്മളിപ്പോൾ ഒരാളുടെ മുഖത്ത് നോക്കി ചിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരാളുടെ കണ്ണിൽ നോക്കി സംസാരിക്കുമ്പോൾ നമുക്കൊരു ഉന്മേഷമില്ല, ഒരു എനർജി ഇല്ല. പക്ഷേ നമ്മൾ യോഗ ചെയ്ത് അതോടൊപ്പം ഫേസ് യോഗയൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ പുതിയതായിട്ട് ഒരാൾ കാണുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സൊക്കെ കാണുമ്പോൾ എന്തോ ചെയ്യുന്നുണ്ടല്ലോ എന്നിങ്ങനെ ചോദിക്കും, നമ്മളോട് ചോദിക്കും എന്തോ ചെയ്യുന്നുണ്ടല്ലോ എന്ന്. എല്ലാവരും കാലൊക്കെ നീട്ടിയിട്ടിരുന്നോളൂ. ഫേസ് യോഗ ചെയ്യുമ്പോൾ ഒരു 10 മിനിറ്റ് കാല് മടക്കി ഇരിക്കേണ്ടി വരും. കാല് നീട്ടിയിട്ടിരുന്നോളൂ. ഞാൻ ഫേസ് യോഗയെക്കുറിച്ച് 1-2 കാര്യങ്ങൾ പറഞ്ഞു തരുവാണ് നിങ്ങൾക്ക്. ഫേസ് യോഗ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ചെയ്തിട്ട് എന്താണ് നിങ്ങൾക്ക് ഗുണം കിട്ടുന്നതെന്ന് പറഞ്ഞു തരുവാണ്. ഓക്കെ, കാലൊക്കെ നീട്ടിയിട്ടിരുന്നോളൂ റിലാക്സ് ആയിട്ട്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് നടക്കുന്നുണ്ട്. നമ്മുടെ ഫ്രണ്ട്സ് ആ കാര്യമല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മുടെ ഫ്രണ്ട്സൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് എന്തോ മാറ്റം ഉണ്ടല്ലോ എന്ന് പറയും. കാരണം നമ്മൾ ചിരിക്കുമ്പോൾ അവർക്കൊരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യും. നമ്മൾ ചിരിക്കുമ്പോൾ നമ്മുടെ കണ്ണിലൊക്കെ ഒരു തിളക്കം ഫീൽ ചെയ്യും. മുന്നേ വരെ നമ്മളിരുന്ന ആ ഒരു ഫേസ് മാറി നമ്മൾ കുറച്ചും കൂടെ ഊർജ്ജം ഉന്മേഷമൊക്കെ ഉള്ള നല്ലൊരു ബോഡി നമുക്കുണ്ടാകും. മനസ്സ് ശരീരം ഉണ്ടാകുന്നതോടൊപ്പം ഫേസും കൂടെ എന്ത് ചെയ്യും, ചെറിയൊരു ചേഞ്ച് വരും. ആ ഒരു ചേഞ്ചാണ് നമുക്ക് ശരിക്കും കിട്ടുന്നത്. പിന്നെ നല്ല പ്രായത്തിൽ, നിങ്ങളിപ്പോൾ നല്ല പ്രായത്തിൽ നല്ല വെളുത്ത് നല്ല സുന്ദരിയായിരുന്ന ഒരാളെന്ന് വയ്ക്കുക. നിങ്ങൾ പ്രായമൊക്കെ ആയി വന്നപ്പോൾ നിങ്ങളുടെ സ്കിന്നിൽ നല്ല ചുളിവൊക്കെ വീണു. പിന്നെ നിങ്ങൾ നല്ല വണ്ണമൊക്കെ വെച്ചതിൻ്റെ വണ്ണം വയ്ക്കുമ്പോൾ അറിയില്ല, കഴുത്തിന് ചുറ്റും കറുപ്പ് വീഴും. ഫേസിലൊക്കെ എന്ത് സംഭവിക്കും, ഒരു വണ്ണമൊക്കെ വയ്ക്കുമ്പോൾ വേറൊരു മുഖമാവും. അങ്ങനെ നിങ്ങളുടെ സൗന്ദര്യം കുറഞ്ഞതാണെങ്കിൽ നിങ്ങൾ ഫേസ് യോഗയൊക്കെ ചെയ്ത് വരുമ്പോഴേക്കും നിങ്ങളുടെ പഴയ സൗന്ദര്യം തിരിച്ചു വരും. ഈ പഴയ സൗന്ദര്യം തിരിച്ചു വരുമെന്ന് പറയുന്ന അർത്ഥം ആദ്യം നമ്മൾ മനസ്സിലാക്കുക, നമുക്ക് 18 വയസ്സാണോ എന്ന് നമ്മൾ മനസ്സിലാക്കുക. മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞേ? നമുക്ക് 18 വയസ്സാണോ ഇനി പഴയ ഒരു സൗന്ദര്യം തിരിച്ചു വരാൻ? അപ്പം നമുക്കിപ്പോൾ ഉള്ള ഏജിനെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഒരു 5-10 വയസ്സ് കുറയ്ക്കുന്ന രീതിയിലോട്ടൊക്കെ എന്ത് ചെയ്യാം, ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ വരുത്താൻ ഫേസ് യോഗയ്ക്ക് കഴിയും.
ഓക്കെ. ഇപ്പോൾ ഫേസ് യോഗയൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് ഐശ്വര്യ റായെ പോലെയൊക്കെ ഇരിക്കുകയാണെങ്കിൽ ആദ്യം അടിപൊളിയായിട്ട് ഇരിക്കേണ്ട ആരാണ്? യോഗ ട്രെയിനറാണ് ഐശ്വര്യ റായെ പോലെ ഇരിക്കേണ്ടത് അല്ലേ? നോർമലി ഞാൻ നിറം കുറവാണ്. പിന്നെ ഡെലിവറി കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടെ നിറം കുറവാണ്. പക്ഷേ ഇനി ഞാൻ നന്നായിട്ട് ഫേസ് യോഗയൊക്കെ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു വെട്ടം വീഴും, വെളുക്കൂല, കുറച്ചും കൂടെ കാണാൻ ചെറിയൊരു മുഖത്തിന് ചെറിയൊരു മാറ്റം ഉണ്ടാവും. ഓക്കെ, അത് 100% നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ടാവും. പിന്നെ ചെയ്യാനൊന്നും പറ്റുന്നില്ല, സമയം കിട്ടുന്നില്ല എന്നല്ല. ഞാൻ ഫേസ് യോഗ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും എൻ്റെ കുഞ്ഞ് കട്ടിലിൻ്റെ മണ്ടയിലും ജനലിൻ്റെ മണ്ടയിലും വലിഞ്ഞ് കയറുന്നത്. കുഞ്ഞാണോ വലുത്, ഫേസ് യോഗയാണോ വലുത്? ഇപ്പം തൽക്കാലം കുഞ്ഞല്ലേ വലുത്. വന്ന് വീണ് അതിൻ്റെ കഷ്ടം കാണണോ, മുഖമൊക്കെ ഇങ്ങനെ ഇരുന്നാലും കുഴപ്പമില്ല, തൽക്കാലം നമുക്ക് കുഞ്ഞാണ് വലുത്. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഞാനൊന്നും ചെയ്യുന്നില്ല. ഈ പഠിപ്പിക്കുന്ന സമയം 3 ലൈവ് വരുമ്പോൾ ഞാൻ യോഗ ചെയ്യും. അതാണ് എൻ്റെ ശരീരം ഒതുങ്ങിയിരിക്കുന്നത്. പിന്നെ വയറിനുള്ള എക്സസൈസ് ചെയ്യുന്നില്ല, കാരണം ഇപ്പോൾ ഫീഡിംഗ് ഒക്കെ നിർത്തിയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇനി പതിയെയാണ് വയറൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഓരോ ആൾക്കാർ യൂട്യൂബിലൊക്കെ പല വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ അത് ചെയ്താൽ വെളുക്കും, ഇത് ചെയ്താൽ വെളുക്കും. നമുക്കുള്ള സൗന്ദര്യം ശരിക്കും പറഞ്ഞാൽ നിൽക്കുകയുള്ളൂ. നമ്മളിനി എന്തൊക്കെ ചെയ്താൽ ആവശ്യമില്ലാത്ത മെഡിസിനും കാര്യങ്ങളൊന്നും വാരി കഴിക്കരുത്. നമ്മുടെ ശരീരത്തിലെ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ ഭൂമിയിൽ ഞാൻ വിശ്വസിക്കുന്നത് നമുക്ക് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ആരോഗ്യമുള്ള നല്ലൊരു മനസ്സ്, എപ്പോഴും സന്തോഷവും സമാധാനവും ഒക്കെ കിട്ടുന്ന, നല്ല സുഖമായിട്ട് ഉറക്കമൊക്കെ കിട്ടുന്ന നല്ലൊരു മനസ്സ്, നല്ല ആരോഗ്യമുള്ള ശരീരം, എന്നും ആശുപത്രിയിലൊന്നും പോകാതെ നമ്മളെ കാര്യങ്ങളൊക്കെ നോക്കി ഓടിച്ചാടി നടന്ന് ജോലിയൊക്കെ ചെയ്യുന്ന നമുക്ക് നല്ലൊരു ശരീരമാണ് ഏറ്റവും വലുത്. ഓക്കെ, ഇതൊക്കെ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് തോന്നും നമ്മൾ കുറച്ചും കൂടെ ഒന്ന് കാണാനൊക്കെ കൊള്ളായിരിക്കണം, കുറച്ചൊക്കെ നമുക്കൊന്ന് നന്നായിട്ട് ഒരുങ്ങിയൊക്കെ നടക്കണമെന്ന് നമുക്ക് തോന്നും. ആ സമയത്ത് എന്ത് ചെയ്യുക, കുറച്ചും കൂടെ എന്ത് ചെയ്യുക, നമ്മുടെ സ്കിന്നൊക്കെ കെയർ ചെയ്യുക. ഓവറായിട്ടല്ല, നമ്മളാൽ കഴിയുന്ന രീതിയിൽ ഫേസ് യോഗ ചെയ്യുക. നമ്മുടെ നോർമലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെ നന്നായിട്ട് ഒരുങ്ങിയൊക്കെ നടക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ കോൺഫിഡൻറ്റ് ലെവൽ വർദ്ധിക്കും. അത്രയാണ് ചെയ്യുന്നത്. അല്ലാതെ ഓരോ ആൾക്കാർ പറയുന്ന പോലെ വലിയ സംഭവങ്ങളൊന്നും ശരിക്കും പറഞ്ഞാൽ ഉണ്ടാവാൻ സാധ്യതയില്ല. ചില ആൾക്കാർ നോർമലി കാണുമ്പോൾ ജന്മന നല്ല നിറമുള്ളവരായിരിക്കും, നല്ല നിറമുള്ള അച്ഛനും അമ്മയ്ക്കൊക്കെ ജനിച്ച നല്ല അടിപൊളി മക്കളായിരിക്കും. അപ്പോൾ അവർ നോർമലി നിറമുള്ളവരായിരിക്കും. ചില ആൾക്കാർ നിറം കുറഞ്ഞവരായിരിക്കും. പക്ഷെ നമ്മളതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. ഇന്നത്തെ ഈ ഭൂമിയെ നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ കാര്യം എന്താണ്? സൗന്ദര്യമല്ല, ആരോഗ്യമാണ് വലുത്. നല്ല അടിപൊളിയായിട്ട് വെളുത്ത് തുടുത്ത് സൗന്ദര്യമായിട്ടൊക്കെ ഇരുന്ന് നമ്മൾ നല്ല സിനിമാ നടിയെ പോലെ ഇരിക്കുവാണ്. എല്ലാ ദിവസവും ട്രിപ്പ് കൊടുത്ത് 10 ഇഞ്ചക്ഷൻ കൊടുത്ത് ആശുപത്രി കിടന്ന എന്താണ് നമ്മുടെ ലൈഫ് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഉപയോഗമുണ്ടോ? നിങ്ങൾ ചിന്തിച്ച് നോക്കാം ഇല്ലേ? ഞാനും എൻ്റെ ചെറുപ്പകാലത്ത് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ കുറച്ച് നിറമൊക്കെ കുറവാണെന്നൊക്കെ പറഞ്ഞ് എനിക്ക് യോഗ ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് നല്ല വിഷമമുണ്ടായിരുന്നു. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് എൻ്റെ അമ്മയെന്ന് പറയുന്നത് ഗോതമ്പിൻ്റെ നിറമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ ഗോതമ്പിൻ്റെ നിറം എന്താണെന്ന്. അപ്പോൾ എൻ്റെ അമ്മയുടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു അമ്മയെ പോലത്തെ സൗന്ദര്യമുള്ളൊരു കുഞ്ഞിനെ കിട്ടണമെന്ന്. അപ്പോൾ അതിലെ ട്വിസ്റ്റായിട്ടാണ് ഞാൻ വന്നത്, നിറം കുറഞ്ഞു. അപ്പോൾ ആദ്യമൊക്കെ കുറച്ച് വിഷമമൊക്കെ അമ്മയ്ക്കും ഉണ്ടായിരുന്നു. പിന്നെ വലുതായപ്പോൾ റിലേറ്റീവ്സൊക്കെ പറയുമല്ലോ, മോള് നിറം കുറഞ്ഞു പോയല്ലോ. ഇതൊക്കെ കേട്ട് വരുമ്പോൾ നമുക്കൊരു 13-14 വയസ്സൊക്കെ ആകുമ്പോൾ എന്ത് സംഭവിക്കും? നോർമലി ഒരു ചെറിയൊരു ഡിപ്രഷൻ പോലെയൊക്കെ വരും, ചെറിയൊരു വിഷമം, ഒരിടത്ത് പോവാൻ ഇഷ്ടമില്ല, അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുണ്ട് ഞാൻ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ യോഗയിലോട്ട് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ സൗന്ദര്യത്തിനൊന്നും ഒരു കാര്യവുമില്ല. എന്താണ്, നമ്മളെക്കാട്ടിൽ സൗന്ദര്യമുള്ള എത്രയോ ആൾക്കാർ ആശുപത്രിയിൽ പലവിധമായ ഒരു പിടി ഗുളിക മരുന്നൊക്കെ കഴിച്ചുകൊണ്ട് കിടക്കുവാണ്. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇങ്ങനെയൊക്കെ നമ്മളെ കാര്യങ്ങൾ നോക്കാനും നമ്മളെ മക്കളെ നോക്കാനും ഒക്കെ ആ യോഗ ചെയ്യാനുള്ളൊരു അവസരം ഒക്കെ ഉണ്ടല്ലോ. അതിൽ അതിനൊക്കെ നമുക്ക് കിട്ടിയ നന്മകളെ ഓർത്ത് ദൈവത്തോട് നന്ദി പറയാം. ഓക്കെ, നമുക്ക് എന്തെങ്കിലും വിഷമം വരുമ്പോൾ എന്ത് ചെയ്യണം? നമ്മളെക്കാട്ടിൽ ഒന്നുമില്ലാത്ത ആൾക്കാരെ ഒന്ന് നോക്കണം. നോക്കുമ്പോൾ നമ്മളാണ് പണക്കാർ. നമ്മളെക്കാട്ടിലും ഉള്ള ആൾക്കാരെ എപ്പോഴും നമ്മൾ നോക്കുമ്പോഴാണ് അയ്യോ എനിക്കൊന്നുമില്ല എന്ന് തോന്നുന്നത്. പക്ഷേ നമ്മളെക്കാട്ടിലും ഒന്നുമില്ലാത്ത കുറഞ്ഞ ആൾക്കാർ, ഒരു വീടില്ലാത്ത ആൾ, അല്ലെങ്കിൽ എന്നും അസുഖങ്ങൾ വരുന്ന ഒരാൾ നോക്കുക. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മളാണ് പണക്കാർ. നമുക്കെന്നും വലിയ കുഴപ്പമൊന്നുമില്ലാതെ പോകുന്നുണ്ടല്ലോ. നമുക്ക് ഉള്ള ആഹാരം വീടിനകത്ത് ഇരുന്ന് കഴിക്കാനും ഉറങ്ങാനൊക്കെ പറ്റുന്നുണ്ടല്ലോ. തെരുവിലൊക്കെ ജീവിക്കുന്ന ഓരോ കൈക്കുഞ്ഞിനെയും കൊണ്ട് നടക്കുന്ന ഓരോ അമ്മമാരെ നോക്കുക. അത് സംബന്ധിച്ച് നമുക്ക് നല്ലൊരു ഭർത്താവില്ലേ, നമ്മളെ സംരക്ഷിക്കുന്നില്ലേ, നമുക്ക് ആഹാരം കിട്ടുന്നില്ലേ, വീട്ടിനകത്ത് ഇരിക്കാൻ പറ്റുന്നില്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ചിന്തിച്ച് ഒന്ന് സമാധാനപ്പെടണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മുടെ സന്തോഷം എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് തന്നെ കണ്ടെത്താനായിട്ട് പറ്റും. ഓക്കെ, നമുക്ക് ഫേസ് യോഗ സ്റ്റാർട്ട് ചെയ്യാമല്ലോ. ഞാൻ ഫേസ് യോഗയെക്കുറിച്ച് പറഞ്ഞതാണ്. ഇപ്പോൾ ചില ആൾക്കാർ വിളിക്കും യോഗ ട്രെയിനർ വലിയ ലുക്കൊന്നുമില്ല, ഫേസ് യോഗയൊക്കെയാണ് പഠിപ്പിക്കുന്നത് എന്ന് ചിലപ്പം ആരെങ്കിലുമൊക്കെ വിചാരിക്കും. നിങ്ങളല്ല, ഞാൻ റെക്കോർഡ് ചെയ്തിരിക്കണം, യൂട്യൂബിൽ ഇടാൻ വേണ്ടിയിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ അറിഞ്ഞൂടാത്ത ആൾക്കാരൊക്കെ വരും, അത് കാണുമ്പോൾ അവർക്ക് മനസ്സിലാവണം. ഇപ്പോൾ ഞാൻ ഇടയ്ക്ക് ഒരു ഫേസ് യോഗയുടെ വീഡിയോ ഇട്ടപ്പോൾ ഒരാൾ മെസ്സേജ് ഇട്ടതാണ്, അതിൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ ഇട്ടതാണ് ശരിക്കും സത്യസന്ധമായിട്ടുള്ള വാക്കുകളത്. ആരാണെന്ന് എനിക്കറിയില്ല, ആരോ ഒരാൾ കമൻറ്റ് ബോക്സിലിട്ടത് ശരിക്കും സത്യസന്ധമായുള്ള വാക്കുകൾ, മോളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ, താങ്ക് യു. ഞാൻ മനസ്സിൽ സന്തോഷിച്ചു. ഓക്കെ, അതായത് ഒരാൾക്ക് മനസ്സിലായി ഇത് വെറും ശരിക്കും നോർമലി ഒരാൾ പറയേണ്ട കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ. എല്ലാവരും ബിസിനസ് പരമായിട്ട് പറയുമ്പോൾ ഓരോരോ മെഡിസിനെ പരിചയപ്പെടുത്തുന്നു, ഇത് ചെയ്താൽ വെളുക്കും, അത് ചെയ്താൽ വെളുക്കും, ഇത് ചെയ്താൽ അടിപൊളിയായിട്ടിരിക്കും. പല രീതിയിൽ എന്താണ് ഓരോ ബിസിനസ്സുകാരെ സപ്പോർട്ട് ചെയ്താണ് ഇന്ന് ആൾക്കാരെല്ലാം ജീവിക്കുന്നത്. അപ്പോൾ പാവപ്പെട്ട ആൾക്കാരെന്ത് ചെയ്യും, അതിൽ പോയി വീഴും.
ഇനി എൻ്റെ വാക്ക് കേട്ട് എല്ലാവരും ഞാൻ പറയുന്നതെല്ലാം സത്യമാണ്, ഞാൻ അടിപൊളിയാണെന്നൊന്നും ആരും വിചാരിക്കേണ്ട. അങ്ങനെയൊന്നുമല്ല. ഒരു കാര്യം നമ്മൾ ഒരാളിൽ നിന്ന് കേൾക്കുമ്പോൾ നല്ലതാണെങ്കിൽ മനസ്സിലോട്ട് എടുക്കണം. അല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വിട്ട് കളയാം. ഞാൻ അങ്ങനെയാണ്. എല്ലാവരും പറയുന്നത് ഞാൻ കേൾക്കും, ഞാൻ സന്തോഷത്തോടെ കേൾക്കും. എനിക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ഞാൻ മാത്രം എടുക്കും, ബാക്കിയുള്ളത് പുറത്ത് കളയും. എല്ലാ കാര്യം കൂടെ ഈ വലിച്ചു കയറ്റി അകത്ത് വയ്ക്കുമ്പോഴാണ് ഉറക്കവും ഇല്ല ഊണും ഇല്ല, ചുമ്മാ ചിന്തിച്ച് ടെൻഷൻ ടെൻഷൻ ടെൻഷൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വിട്ട് കളയും. നല്ലത് മാത്രം എന്ത് ചെയ്യുക, എടുക്കുക. നമുക്ക് സന്തോഷത്തോടെ എന്ത് ചെയ്യാൻ പറ്റും, ഇരിക്കാനായിട്ട് പറ്റും. ഓക്കെ, നമുക്ക് എന്നാലും അപ്പോൾ ഫേസ് യോഗ സ്റ്റാർട്ട് ചെയ്യാം. കുറച്ച് സമയം കാലൊക്കെ മടക്കിയിട്ട് എൻ്റെ കുറച്ച് നേരം എൻ്റെ സംസാരമൊക്കെ കേട്ടതല്ലേ, ഒന്ന് കാലൊക്കെ ഒന്ന് ഷേക്ക് ചെയ്തോളൂ. കാലൊക്കെ ഒന്ന് അനക്കി കൊടുത്ത് 1 2 3. കാലത്തോടെ ഭാഗമൊക്കെ 1 2 3. ഗുഡ്. രണ്ട് കാലം മടക്കി കുത്തി വെച്ച് വലത്തോട്ടും ഇടത്തോട്ടും ചരിച്ചു കൊടുക്കുക. 1 2 3 4 5 6 7 8 9 10. സാധാരണ കാലൊക്കെ വന്നിരിക്കട്ടെ, ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കുക. സാധാരണ തിരിച്ചു വരാം. ക്രോസ് ലെഗ് പൊസിഷൻ. നമ്മൾ ഫേസ് യോഗയാണ് ചെയ്യാൻ പോകുന്നത്. ഒരു 10 മിനിറ്റെങ്കിലും ഈ കാലിങ്ങനെ മടക്കി ഇരിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇടയ്ക്ക് നിങ്ങൾ എൻ്റെ അടുത്തൊന്ന് ചോദിക്കാൻ പറയാമൊന്നും ഞാൻ എന്തെങ്കിലും വിചാരിക്കുമെന്നൊന്നും വിചാരിക്കേണ്ട. ചുമരി ചാരിയോ അഡ്ജസ്റ്റ് ചെയ്ത് കാല് നീട്ടിയോ ഒക്കെ ഇരുന്ന് ചെയ്തോളൂ. ഇനി അങ്ങനെ ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫലം കിട്ടൂലെന്നൊന്നുമില്ല. കുറേ സമയം ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല, കാലിങ്ങനെ ഭയങ്കര പെയിൻ ആയിരിക്കും. നമ്മൾ പിന്നെ 1 മണിക്കൂർ 2 മണിക്കൂർ ഇങ്ങനെ ഇരുന്നാലും വേദനയൊന്നുമില്ല, കാരണം ചെയ്തത് ഇങ്ങനെ ഇരുന്നിരുന്ന് ശീലമായി, അതുകൊണ്ടാണ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാമല്ലോ. നിങ്ങളാൽ പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യുക, ഇടയ്ക്ക് കാലം മടക്കി നീട്ടിയും ചാരിയൊക്കെ ഇരുന്ന് ഇഷ്ടമുള്ള രീതിയിൽ ഇരുന്ന് ചെയ്തോളൂ. ഇനി ഇങ്ങനെ ഒന്നും ഇരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ കസേര കയറി ഇരുന്നോളൂ, ചെയറിലോ കട്ടിലോ ഒക്കെ കയറി ചാരി നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ഇരുന്ന് ചെയ്യാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാമല്ലോ. ഓക്കെ, ഇടയ്ക്കിടെ ചുമ വരും, കാരണം റെക്കോർഡ് ചെയ്യുമ്പോൾ സൗണ്ട് നല്ല ഉച്ചത്തിൽ പറഞ്ഞാലേ അതിൽ റെക്കോർഡാകാൻ പറ്റും. ഞാൻ കണ്ടോ, ഞാൻ മൈക്കൊന്നും വെച്ചിട്ടില്ല, ഫുൾ എൻ്റെ സൗണ്ട് എനർജിയാണ്. അപ്പോൾ അത്ര എനർജി ഇങ്ങനെ സംസാരിക്കുമ്പോൾ ചുമ വരുന്നതാണ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാമല്ലോ. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് കണ്ണടച്ചൊന്ന് റിലാക്സ് ആയിട്ടിരിക്കുക. നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കുക. നമ്മൾ ഫേസ് യോഗ ചെയ്യുന്നതിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഗ്ലോ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് റിലാക്സ് ആയിട്ട് പ്രാർത്ഥിക്കുക. സാവധാനം കണ്ണുറക്കുക. ഓക്കെ, ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്ന കണ്ണിൻ്റെ എക്സസൈസാണ് ചെയ്യാൻ പോകുന്നത്. കണ്ണ് നന്നായിട്ട്, കണ്ണിൻ്റെ കാഴ്ചശക്തി കൂട്ടാനുള്ളതാണ്. കണ്ണ് നന്നായിട്ട് തുറന്നു വയ്ക്കും. കണ്ണിൻ്റെ കൃഷ്ണമണി വലത്തോട്ട് ഇടത്തോട്ട് ചലിപ്പിക്കുക. 1 2 1 2 1 2 1 2 1 2 1 2 1 2. സെൻറ്റർ മുകളിലേക്കും താഴേക്ക് നോക്കുക. 1 2 1 2 1 2 1 2 1 2 1 2. സാവധാനം കണ്ണടയ്ക്കുക. സാവധാനം കണ്ണുറക്കുക. കണ്ണ് ചിമ്മി ചിമ്മി അടയ്ക്കുക തുറക്കുക ചെയ്യുക. അടയ്ക്കുക തുറക്കുക ചെയ്തേ. 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2. സാവധാനം റിലീസ് ചെയ്യുക. ഓക്കെ, ഗുഡ്. കണ്ണടച്ച് ഉള്ള കൈ നന്നായിട്ട് കൂട്ടി തിരുമ്പോൾ 2 കൈ കപ്പ് ചെയ്യുക, കണ്ണിൻ്റെ പുറത്ത് വയ്ക്കുക. ഒരികൂടെ ചെയ്യാം, ഒരികൂടെ ചെയ്യാം. ഓക്കെ, ഗുഡ്. സാവധാനം തിരിച്ച്. ഓക്കെ, ആദ്യം നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ആ ഈ ഊ ആ. തുറക്കുമ്പോൾ ഇവിടെ അത്രയും നന്നായിട്ട് സ്ട്രെച്ച് ആവണം, കണ്ടോ? ആ ഈ 2 കവള നന്നായിട്ട് പൊന്തി കയറണം. ഈ ഊ. ഓക്കെ, ഗുഡ്. സ്റ്റാർട്ട് ചെയ്യാം. ആ ഈ ഊ ആ ഈ ഊ ആ ഈ ഊ ആ
ഈ ഉ ആ ഈ ഉ. ഓക്കെ ഗുഡ്. സാവധാനം തിരിച്ചു വരാം. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്ന ആ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഹോൾഡ് ചെയ്യുക. ആ അങ്ങനെ വച്ചുകൊണ്ടിരുന്നേ. ഗുഡ്. സ്റ്റേ. 1. അങ്ങനെ വാ തുറന്ന് വെച്ചുകൊണ്ടിരുന്നേ. 1 2 3 4 5 6. സാവധാനം തിരിച്ചു വരാം. ഈ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നേ. 1 2 3 4 5 6. ഊ. ഗുഡ്. സ്റ്റേ. 1. ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്ന 1 2 3 4 5 6. സാവധാനം റിലീസ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്ന വായിൽ വെള്ളം നിറയ്ക്കുന്ന പോലെ രണ്ട് കവിളിൽ നന്നായിട്ട് റൊട്ടേറ്റ് ചെയ്ത് 1 2 3 4 5 6 7 8 9 10. സാവധാനം റിലീസ് ചെയ്യുക. ചൂണ്ടുവിരലെടുക്കുക. പുരിക നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. 1 2 3 4 5 6 7 8 9 10. പുരികത്തിൻ്റെ പകുതി വരെ കൊണ്ടുവന്നേ. എന്നിട്ട് മുകളിലോട്ടൊന്ന് ഉയർത്തി ഹോൾഡ് ചെയ്തേ. ഗുഡ്. സ്റ്റേ. 1 2 3 4 5 6 7 8 9 10. ഓക്കെ ഗുഡ്. മസാജ് ചെയ്ത് കൊടുത്തേ. 1 2 3 4 5 6. സാവധാനം റിലീസ് ചെയ്യുക. പുരികം ഒന്ന് ഉയർത്തി കൊടുത്തേ. 1 2 3 4 5 6 7 8 9 10. ഗുഡ്. രണ്ട് കൈ കൊണ്ട് ഇങ്ങനെ ചെയ്യുക. 1 2. നെറ്റിയിലെ ചുളിവുകളൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ്. 3 4 5 6 7 8 9 10. സാവധാനം തിരിച്ചു വരാം. ഒന്ന് കണ്ണടച്ചിരിക്കുക. സാവധാനം കണ്ണുറക്കുക. നമ്മുടെ ചൂണ്ടുവിരളം നടുവിരളം എടുക്കുക. ചൂണ്ടുവിരളം നടുവിരളം എടുക്കുക. നമ്മുടെ കണ്ണ് രണ്ട് കണ്ണ് നന്നായിട്ട് ഇങ്ങനെ തുറന്ന് വയ്ക്കും. തുറന്ന് വെച്ചോ. വലത്തോട്ട് ഇടത്തോട്ട് ചലിപ്പിക്കുക. 1 2 1 2 1 2 1 2 1 2. സെൻറ്റർ. കണ്ണിൻ്റെ കൃഷ്ണമണി മുകളിലോട്ട് കൊണ്ടുപോയേ. ഹോൾഡ് ചെയ്ത് വയ്ക്കുക. അനക്കാതിരുന്നേ. 1 2 3 4 5 6. സെൻറ്റർ. വലത്തോട്ട് ഇടത്തോട്ട് ചലിപ്പിക്കുക. 1 2 1 2. സാധാരണ കൈ റിലീസ് ചെയ്യുക. കണ്ണടയ്ക്കുക. വെള്ളം കൈ നന്നായിട്ട് കൂടി തിരുമേ. രണ്ട് കൈ കപ്പിയാണ് എൻ്റെ പുറത്ത് വയ്ക്കുക. ഒരിക്കൂടെ ചെയ്യാം. ഒരിക്കൂടെ ചെയ്യാം. സാധാരണ കടയിൽ. ഓക്കെ. സാധാരണ തിരിച്ചു വരാം. ചൂണ്ടുവരലെടുക്കുക. നമ്മുടെ ഈ ചെവിയുടെ ഈ ഭാഗം ഉണ്ടല്ലോ, ഇങ്ങനെ താഴേക്ക് മുകളിലേക്ക് മസാജ് ചെയ്ത് കൊടുക്കുക. 1 2 3 4 5 6 7 8 9 10. ഗുഡ്. സാവധാനം തിരിച്ചു വരാം. നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് കവിള് വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് പറഞ്ഞുതരാം. കവിള് വേണ്ടാന്ന് ആഗ്രഹമുള്ളവർക്ക് ഒന്ന് പറഞ്ഞുതരാം. ഓക്കെ. നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ബോഡിക്ക് ആവശ്യമുള്ളത് ചെയ്യുക. ഫേസിന്, ബോഡിക്കല്ല ഫേസിന് ആവശ്യമുള്ളത്. നമ്മുടെ ചൂണ്ടുവിരലും നടുവിരലും എടുക്കുക. ഉണ്ടോ? ചൂണ്ടുവിരലും നടുവിരലും എടുക്കുക. ചുണ്ടിൻ്റെ പുറത്ത് വയ്ക്കുക. ചുണ്ടിൻ്റെ പുറത്ത് വെച്ചതിന് ശേഷം ബലൂൺ ഊതി വീർപ്പിക്കുന്നില്ലേ, ബലൂൺ, അതുപോലെ ഇങ്ങനെ ചെയ്യാം. അതായത് കവിള് വേണമെന്ന് ആഗ്രഹമുള്ളവർ, കവിള് വേണമെന്ന് ആഗ്രഹമുള്ളവർ ഇങ്ങനെ ചെയ്യാം. കവിള് വേണ്ടാന്ന് ആഗ്രഹമുള്ളവർ കണ്ട അകത്തോട്ട് ശ്വാസം എടുക്കുക. കവിള് വേണ്ടാന്ന് ആഗ്രഹമുള്ളവർ അകത്തോട്ട് എടുക്കുക. കവിള് വേണമെന്ന് ആഗ്രഹമുള്ളവർ ചെയ്ത 1 2 3 4 5 6 7 8 9 10.
ഓക്കെ ഗുഡ്. സാവധാനം റിലീസ് ചെയ്യാം. ഓക്കെ ഓക്കെ. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഇങ്ങനെ പിൻ ചെയ്ത് വയ്ക്കുന്നത് പോലെ, നമ്മുടെ കൈ പിൻ ചെയ്ത് വയ്ക്കുന്ന പോലെ വയ്ക്കുക. ഈ കണ്ടോ ഇവിടെ ഇങ്ങനെ വയ്ക്കുക. വച്ചതിന് ശേഷം ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. 1 2 3 4 ഡബിൾ ചിന്നൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ്. 5 6 7 8 9 10. ഓക്കെ ഗുഡ്. സാവധാനം തിരിച്ചു വരാം. കാലൊക്കെ വേദനിക്കുന്നുണ്ടോ? കാലൊക്കെ നീട്ടിയിട്ടോളൂ, സാരമില്ല. എപ്പോഴും ഇങ്ങനെ കാലം മടക്കിയിരിക്കാൻ പറ്റൂല, എന്നാ നിങ്ങൾ നോക്കണ്ട. ഓക്കെ. ചെവി ഒന്ന് മുകളിലേക്ക് മസാജ് ചെയ്ത് കൊടുക്കുക. 1 2 3 4 5 6 7 8 9 10. താഴേക്കൊന്ന് മസാജ് ചെയ്തേ. 1 2 3 4 5 6. സാവധാനം തിരിച്ചു വരാം. ഓക്കെ. നെക്സ്റ്റ് നമ്മുടെ ഈ ഒരു ചെവിയുടെ താഴെ ഒരു ചെറിയൊരു തടുപ്പുണ്ട്, വേണം ഇങ്ങനെ. ആ ഭാഗം താഴോട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. 1 2 3 4 5 6. ഗുഡ്. ഓപ്പോസിറ്റ് ചെയ്ത 1 2 3 4 5 6. ഓക്കെ ഗുഡ്. സാവധാനം തിരിച്ചു വരാം. ഓക്കെ. വല സൈഡിലോട്ട് സ്ട്രെച്ച് ചെയ്യുക, ചവയ്ക്കാം. വല സൈഡിലോട്ട് സ്ട്രെച്ച് ചെയ്തിട്ട് ചവച്ച് 1 2 3 4 5 6 7 8 9 10. സെൻറ്റർ. ഓപ്പോസിറ്റ് ചെയ്ത് മാക്സിമം നന്നായിട്ട് ചവച്ച് 1 2 3 4 5 6 7 8 9 10. സെൻറ്റർ. നീ ഇത് വേണമെങ്കിൽ കാല് നീട്ടിയിട്ടിരുന്നു കേട്ടോ, കാല് വേദനിക്കുന്നെങ്കിൽ. ഓക്കെ. കഴുത്ത് മാക്സിമം മുകളിലോട്ട് ഉയർത്താം. നന്നായിട്ട് ചവച്ച് 1 2 3 4 5 6 7 8 9 10. ഒരിക്കൽ ചെയ്യാം. 1 2. ഒരിക്കൽ ചെയ്താൽ 1 2 3 4 5 6 7 8 9 10. സാവധാനം തിരിച്ചു വരാം. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ ഫ്ലാപ്പ് ചെയ്യാൻ പോവാണ്. ഫേസിലെ ബ്ലഡ് സർക്കുലേഷനൊക്കെ നടക്കാൻ വേണ്ടി നമ്മൾ ചൂണ്ടുവിരലും നടുവിരലും എടുക്കുക. ജസ്റ്റ് ഒന്ന് ഫ്ലാപ്പ് ചെയ്യുക. കണ്ണിൻ്റെ പുറത്ത് ജസ്റ്റ് കണ്ണ് പുറത്തിങ്ങനെ വച്ചാൽ മതി വിരൽ. അല്ല, നമ്മൾ നന്നായിട്ട് ഫ്ലാപ്പ് ചെയ്ത് കൊടുക്കുക. നെറ്റിയിലൊക്കെ നന്നായിട്ട് ഫ്ലാപ്പ് ചെയ്തേ. മാക്സിമം നന്നായിട്ട് ഫ്ലാപ്പ് ചെയ്ത് കൊടുക്കുക. കാലിലൊക്കെ നന്നായിട്ടൊന്ന് ഫ്ലാപ്പ് ചെയ്ത് കൊടുത്തേ. നന്നായിട്ട് ഫ്ലാപ്പ് ചെയ്ത് കൊടുത്തേ. മൂക്കിൻ്റെ പുറം, ചുണ്ടിൻ്റെ താഴെ മുകളിലൊക്കെ നന്നായിട്ട് ഫ്ലാപ്പ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഫ്ലാപ്പ് ചെയ്ത് കൊടുക്കുക. ചെവിയിലൊക്കെ ഒന്ന് ഫ്ലാപ്പ് ചെയ്ത് കൊടുക്കുക. കഴുത്തിലൊക്കെ ഒന്ന് ഫ്ലാപ്പ് ചെയ്ത് കൊടുക്കുക. പുറകുവശമൊക്കെ ഒന്ന് ഫ്ലാപ്പ് ചെയ്യുക. നന്നായിട്ടൊന്ന് ഫ്ലാപ്പ് ചെയ്ത് കൊടുത്തേ. ഓക്കെ ഗുഡ്. ഒരിക്കലും ചെയ്യാം. നെറ്റിയിലൊക്കെ ഒന്ന് ഫ്ലാപ്പ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഫ്ലാപ്പ് ചെയ്ത് കൊടുത്തേ. നന്നായിട്ട് മാക്സിമം നന്നായിട്ട് ഫ്ലാപ്പ് ചെയ്ത് കൊടുക്കുക. ചെവിയിലൊക്കെ ഒന്ന് ഫ്ലാപ്പ് ചെയ്യുക. കഴുത്തിൻ്റെ പുറകുവശമൊക്കെ ഒന്ന് ഫ്ലാപ്പ് ചെയ്യുക. മുൻഭാഗമൊക്കെ ഒന്ന് ഫ്ലാപ്പ് ചെയ്ത് നന്നായിട്ടൊന്ന് ഫ്ലാപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ ഗുഡ്. സാവധാനം തിരിച്ചു വരാം. നമ്മുടെ എല്ലാ വിരലുകളും എടുത്ത് 2 കൈയിലെ നമുക്ക് 4 വിരൽ വീതം അത്രേ കിട്ടുള്ളൂ. അതിൻ്റെ അഗ്രഭാഗം വെച്ചിട്ട് നന്നായിട്ട് ഫ്ലാപ്പ് ചെയ്ത് കൊടുക്കുക. മാക്സിമം നന്നായിട്ട് ഫ്ലാപ്പ് ചെയ്തേ. നമ്മുടെ ഫേസിൽ കണ്ണടച്ച് ചെയ്തേ. നമ്മുടെ ഫേസിൽ നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ടോ നോക്കിയേ. ഫ്ലാപ്പ് ചെയ്ത് നിങ്ങളുടെ ഫേസിലോട്ട് ശ്രദ്ധിച്ച് ഒന്ന് കണ്ണടച്ച് നിങ്ങളുടെ ഫേസിലൊക്കെ നല്ലൊരു റിലാക്സേഷൻ ഫീൽ ചെയ്യുന്നുണ്ടാവും. നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ടാവും. ഒന്ന് തിരിച്ചറിഞ്ഞ് ആർക്കൊക്കെയാണ് ഫീൽ ചെയ്യുന്നതെന്ന് നോക്കാം. എന്നാൽ റിലാക്സേഷനൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടാവും. ചെവിയിലൊക്കെ ഒന്ന് ചെറുതായിട്ട് കൊടുക്കുക. കഴുത്തിൻ്റെ പുറകുവശം മുൻഭാഗമൊക്കെ നന്നായിട്ട് ഫ്ലാപ്പ് ചെയ്ത് കൊടുക്കുക. ഗുഡ്. നന്നായിട്ടൊന്ന് ഫ്ലാപ്പ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഫ്ലാപ്പ് ചെയ്യുക. ഒരിക്കൽ കൂടെ ഫേസിലൊന്ന് ഫ്ലാപ്പ് ചെയ്ത് കൊടുത്തേ. നെറ്റിയോട്ട് കണ്ണടച്ചേ.
ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നതൊക്കെ ഒന്ന് തിരിച്ചറിയുക. അതോടെ നമ്മുടെ ഫേസിന് നല്ല കൂളായതുപോലെ തോന്നും, ഒരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ടോ? അതൊന്ന് ഫീൽ ചെയ്ത് ചെയ്താൽ എല്ലാവരും ഒന്ന് നന്നായിട്ട് ഫീൽ ചെയ്യുക. ചെവിയിലൊക്കെ ഒന്ന് ഫ്ലാപ്പ് ചെയ്യുക. കഴുത്തിൻ്റെ പുറകുവശം മുൻഭാഗമൊക്കെ ഒന്ന് നന്നായിട്ട് ഫ്ലാപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഗുഡ്. ഓക്കെ, സാവധാനം തിരിച്ചു വരാം. ഉള്ളങ്ങനെ നന്നായിട്ട് കൂട്ടി തിരുമ്മ. ആ ഒരു ചൂട് കണ്ണിൻ്റെ പുറത്തേക്ക് വെച്ച് കൊടുക്കുക. ഫേസിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തേ. ചെവിയിൽ, കഴുത്തിൻ്റെ പുറകുവശം, മുൻഭാഗമൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുക. ഓക്കെ, ഗുഡ്. ഒരിക്കോട് ചെയ്യാം. നന്നായിട്ട് ചെയ്ത ഉള്ളങ്ങനെ നന്നായിട്ട് കൂട്ടി തിരുമ്മ. ആ ഒരു ചൂട് നെറ്റിയിൽ വയ്ക്കുക. ഫേസിലൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുക. നമുക്കൊന്ന് വെച്ചു കൊടുക്കും. ഓക്കെ, ഗുഡ്. സാവധാനം തിരിച്ചു വരാം. ലാസ്റ്റായി ഉള്ളങ്ങനെ നന്നായി കൂട്ടി തിരുമ്മ. കാലൊക്കെ നീട്ടിയിട്ടോളൂ വേദനിക്കുന്നവരും. നന്നായിട്ട് ഉള്ളങ്ങനെ നന്നായിട്ട് കൂട്ടി തിരുമ്മ. ആ ഒരു ചൂട് നെറ്റിയിലൊക്കെ ഒന്ന് വയ്ക്കുക. ഫേസിലൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുക. ഓക്കെ, ഗുഡ്. ചെവിയിലൊക്കെ ഒന്ന് വെച്ച്, കഴുത്തിലൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുക. ഓക്കെ, മുഖമൊക്കെ സാവധാനം തടവിയെടുക്കുക. ഓക്കെ, ആർക്കൊക്കെ റിലാക്സേഷൻ ഫീൽ ചെയ്യാൻ നോക്കിയേ. ഈ നമ്മുടെ കവിളിലൊക്കെ ഒന്ന് തൊട്ട് നോക്കിയേ. നല്ല സോഫ്റ്റ് ആയതുപോലെ തോന്നും. സോഫ്റ്റ് ആയത് തോന്നുന്നുണ്ടോ? അത് നല്ല ഹാർഡായിട്ടാണ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ നല്ല ഓക്കെ, ഗുഡ്. സോഫ്റ്റ് ആയതുപോലെ തോന്നും. ഓക്കെ, എല്ലാവർക്കും ഫേസ് യോഗ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും എല്ലാ ദിവസവും മാക്സിമം ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ റെക്കോർഡ് ക്ലാസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ.